കേരളത്തിലും പുറത്തും വിവാദം സൃഷ്ടിച്ച ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഏറെക്കുറെ അതിൻ്റെ സ്വാഭാവികമായ ചരമത്തിലേക്ക് നീങ്ങുകയാണെന്ന് സമീപ ദിവസങ്ങളിലെ സംഭവവികാസങ്ങൾ തെളിയിക്കുന്നുണ്ട്. വളരെ വിവാദങ്ങളൊക്കെ സൃഷ്ടിച്ചെങ്കിലും സൂക്ഷ്മമായി പരിശോധിച്ചാൽ തുടക്കം മുതൽക്ക് തന്നെ ഈ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ കേരള സർക്കാരിൻ്റെയും ദേവസ്വം മന്ത്രിയുടെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു എന്നത് വ്യക്തമാണ്. പേരിന് കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണമാണ്, കോടതി നിശ്ചയിച്ച പോലീസ് ഉദ്യോഗസ്ഥരാണ് എന്നൊക്കെ പറയാമെങ്കിലും സംഭവവികാസങ്ങൾ പുരോഗമിച്ചപ്പോൾ പോലീസിൻ്റെ വീഴ്ച, ബോധപൂർവമായ ഇടപെടലുകൾ വളരെ കൃത്യമായിരുന്നു. ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഏതാണ്ട് എല്ലാവരും ജാമ്യത്തിലിറങ്ങുന്നത് ഒരു സാങ്കേതിക പ്രശ്നത്തിൻ്റെ പേരിലാണെന്ന് കാണാം. അത് അന്വേഷണം പൂർത്തിയാക്കി 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം കൊടുക്കാൻ പോലീസിന് സാധിച്ചില്ല എന്നതിൻ്റെ പേരിലാണ്. പോറ്റിയും പത്മകുമാറും ഒക്കെ ഈ ഒരു സാങ്കേതികത്വത്തിൻ്റെ പേരിൽ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടവരാണ്. വേണമെങ്കിൽ പോലീസിന് ഭാഗികമായൊരു കുറ്റപത്രം നൽകാവുന്നതാണ്. പല കേസുകളിലും പ്രതികളെ ജയിലിൽ തന്നെ കഴിയാൻ പ്രേരിപ്പിക്കുന്നത് പോലീസ് നൽകുന്ന ഭാഗികമായ കുറ്റപത്രങ്ങളാണ്. മുഴുവൻ കാര്യങ്ങളും അന്വേഷിച്ച് കഴിഞ്ഞിട്ടില്ല, പക്ഷേ അന്വേഷിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇത്രത്തോളം തെളിവുകൾ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഈ പ്രതികൾക്ക് ജാമ്യം നൽകാൻ പാടില്ല എന്ന് പറയുന്ന രീതി പല കേസുകളിലും സ്വാഭാവികമായി സംഭവിക്കാറുണ്ട്. എന്നാൽ കേരളത്തിന് അകത്തും പുറത്തുമുള്ള അയ്യപ്പ വിശ്വാസികളെ മാനസികമായി വലിയ തോതിൽ ബുദ്ധിമുട്ടിച്ച ഒരു കേസിൽ വിശ്വാസികളുടെ വികാരങ്ങളോ നിയമപരമായി നടക്കേണ്ട കാര്യങ്ങൾ പാലിക്കുന്നതിൽ സർക്കാർ സംവിധാനം പരാജയപ്പെട്ടു എന്ന് വ്യക്തമായ സംഭവങ്ങളിൽ ഗവൺമെൻറ്റിനെതിരായ ജനങ്ങളുടെ വികാരങ്ങളോ പാലിക്കാൻ കോടതി നേരിട്ട് നിർവഹിച്ച അന്വേഷണ ചുമതലകൾക്ക് സാധിച്ചിട്ടില്ല. കോടതിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിസ്സഹായത വളരെ പ്രകടമാണ്. കാരണം കോടതിക്ക് നേരിട്ട് അന്വേഷിക്കാനുള്ള സംവിധാനങ്ങളൊന്നുമില്ല. കോടതി അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മേൽ സ്വാധീനം ചെലുത്തുകയും അവർ നേരിട്ട് കോടതിക്ക് അന്വേഷണത്തിൻ്റെ ഫലങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും മാത്രമാണ് സംഭവിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർക്ക് കോടതിയോടല്ല കടപ്പാട്, അവർക്ക് ശമ്പളം നൽകുന്ന ഡിപ്പാർട്ട്മെൻറ്റിനോടും അതിനെ നിയന്ത്രിക്കുന്ന ആഭ്യന്തരമന്ത്രിയോടുമൊക്കെയാണ് അവർക്ക് പ്രാഥമികമായ ഉത്തരവാദിത്തമുള്ളത്. അതുകൊണ്ട് ഈ കേസിൽ പോലീസ് ഉദ്യോഗസ്ഥർ വരുത്തിയിട്ടുള്ള വീഴ്ചകൾ വളരെ പ്രകടമാണ്. അവർ അവസാന ഘട്ടത്തിൽ ചെയ്തത് ശബരിമലയിലെ തന്ത്രിയെ കുറ്റവാളിയാക്കി അറസ്റ്റ് ചെയ്യുകയാണ്. തന്ത്രിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ തന്ത്രിക്ക് മേൽ ചുമത്തിയിട്ടുള്ള കുറ്റം ആചാരലംഘനമാണ്. ആചാരലംഘനത്തിൻ്റെ പേരിൽ ഒരാളെ അറസ്റ്റ് ചെയ്യാനോ ജയിലിലിടാനോ കഴിയില്ല എന്ന പ്രാഥമികമായ നിയമപരമായ ബോധ്യം പോലീസുകാർക്കില്ലാത്തതുകൊണ്ടല്ല, അവർ ഈ കുറ്റങ്ങളെല്ലാം തന്ത്രിയിലേക്ക് കൊണ്ടുവന്നാൽ തന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടി പലരും ഓടിയെത്തും എന്നവർക്കറിയാമായിരുന്നു. തന്ത്രിയുടെ ഭാര്യ സഹോദരൻ BJPയുടെ ഉയർന്ന നേതാക്കളിൽ ഒരാളാണ്. തന്ത്രിയാകട്ടെ ശബരിമല വിശ്വാസികൾക്കിടയിൽ വലിയ വൈകാരികമായ സ്വാധീനമുള്ള ആളുമാണ്. ആചാരലംഘനം പോലൊരു ദുർബലമായ കോടതിയിൽ നിലനിൽക്കാത്ത വകുപ്പ് വെച്ചിട്ട് തന്ത്രിയെ പിടികൂടിയാൽ സ്വർണ്ണക്കൊള്ള ആവിയായി പോകുമെന്ന് ആർക്കും തിരിച്ചറിയാൻ പറ്റും. യഥാർത്ഥത്തിൽ ശബരിമലയിൽ സംഭവിച്ചത് കോടിക്കണക്കിന് രൂപയുടെ സ്വർണം മോഷണം പോയി എന്ന ഒരു പ്രശ്നമാണ്. അതോടൊപ്പം സംശയകരായ പരിസ്ഥിതിയിൽ നിൽക്കുന്നത് സ്വർണ്ണമോഷണം മാത്രമാണോ, സ്വർണ്ണക്കൊള്ള മാത്രമാണോ അവിടെ നടന്നത്, വിഗ്രഹക്കൊള്ളകളും ഇറിഡിയം പോലുള്ള ലോഹങ്ങളുടെ കച്ചവടവും നടന്നിട്ടുണ്ടോ എന്ന പ്രശ്നം ഇതിനിടയിലുണ്ട്. തീർച്ചയായിട്ടും വിഗ്രഹമോഷ്ടാക്കളുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കാർക്ക് ബന്ധമുണ്ടോ എന്ന സംശയം തുടക്കത്തിൽ തന്നെ കോടതി പ്രകടിപ്പിച്ചിട്ടുള്ളതുമാണ്. എന്നാൽ വിഗ്രഹക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന സൂചനകൾ
ഗൗരവമായി എടുക്കാനോ അത് ആ നിലയിൽ അന്വേഷിക്കാനോ കേരള പോലീസിൻ്റെ പ്രത്യേക അന്വേഷണ സംഘം തയ്യാറായിരുന്നില്ല. അവരതിനെ നിസ്സാരമാക്കി വിടുകയാണ് ചെയ്തത്. രണ്ട് കാര്യങ്ങളുണ്ടാവാം. ഒന്ന്, അന്വേഷിച്ചു പോകുന്തോറും ഈ കേസിൻ്റെ വ്യാപ്തി അന്വേഷണ ഉദ്യോഗസ്ഥരെ ഭയപ്പെടുത്തുന്ന തരത്തിൽ വെളിപ്പെടുത്തപ്പെട്ടിരുന്നു. ഉദ്യോഗസ്ഥന്മാരും മനുഷ്യരായതുകൊണ്ട് അവർക്കും വ്യക്തിപരമായി ഉള്ള സുരക്ഷയിൽ ഭയമുള്ളതുകൊണ്ട് അവരെ സ്വന്തം ജീവൻ അപകടത്തിലാക്കുന്ന വഴിയിലേക്ക് നയിക്കാൻ പലപ്പോഴും ഈ കേസിനെ മാർഗനിർദ്ദേശം നൽകിയ കോടതികൾ തയ്യാറാവണമെന്നില്ല. ഇത് അന്വേഷിച്ചു തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ വ്യാപ്തി പോലീസ് സംഘത്തിന് മനസ്സിലായത്. അത് വലിയ കുഴപ്പം പിടിച്ച സ്ഥലങ്ങളിലേക്കാണ് എത്തിച്ചേരുക എന്ന് തിരിച്ചറിഞ്ഞത്. അതിൻ്റെ രാഷ്ട്രീയമായ സ്വാധീനം എത്രയെന്ന് അവർക്ക് ഊഹിക്കാൻ പോലും കഴിയാത്തത്രയായിരുന്നു. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ കേസ് പൂട്ടിക്കെട്ടുക എന്നതിലേക്കാണ് പോലീസ് ഉദ്യോഗസ്ഥ സംഘം എത്തിയത്. ആ ജോലി അവർ തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിലൂടെ ഫലപ്രദമായി നടപ്പാക്കിയിട്ടുണ്ട്. ഇനി വരാൻ പോകുന്നത് ഭരണപക്ഷവും പ്രതിപക്ഷവും BJPയും ഒക്കെ ചില പ്രസ്താവന യുദ്ധങ്ങൾ നടത്തുകയും ഒടുവിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതൊരു പ്രചാരണ വിഷയം മാത്രമായിട്ട് അവസാനിക്കുകയും ചെയ്യുക എന്നതാണ്. സ്വർണ്ണക്കൊള്ള തെളിയിക്കണമെങ്കിൽ തൊണ്ടി മുതലുകൾ കണ്ടെടുക്കേണ്ടതുണ്ട്, എത്രമാത്രം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. തീർച്ചയായും അതിനുള്ള സാധ്യതകളും ഏറെക്കുറെ അവസാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എത്ര സ്വർണം നഷ്ടപ്പെട്ടുവോ അത്രയും സ്വർണം കണ്ടെടുക്കാനുള്ള ശേഷിയൊന്നും ഈ അന്വേഷണ സംഘത്തിന് ഇല്ല എന്ന് അവർ ഇതിനകം നടത്തിയിട്ടുള്ള അന്വേഷണത്തിൻ്റെ സ്വഭാവത്തിൽ നിന്ന് വെളിപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം ഒരു കൺകെട്ട് വിദ്യയായി തീരുകയാണ് അവസാന ലാപ്പിൽ സംഭവിക്കാനുള്ളത്. ഏറെക്കുറെ അതിൻ്റെ സൂചനകൾ പൊതുജനങ്ങൾക്ക് മുമ്പിൽ ഇപ്പോൾ തന്നെ വ്യക്തമാണ്. വിശ്വാസികളെ സംബന്ധിച്ച് കേരളത്തിൻ്റെ ചരിത്രത്തിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ ഒരു അധിക്ഷേപമാണ് ശബരിമലയിൽ ഉണ്ടായിട്ടുള്ളത്. അതിനെ എങ്ങനെ ഗവൺമെൻറ് പൂഴ്ത്തിവെക്കാൻ ശ്രമിച്ചാലും ശബരിമല അയ്യപ്പൻ്റെ ഭക്തരെ സംബന്ധിച്ച് ഒരു മുറിവായിട്ട് വളരെ കാലത്തേക്ക് അവരുടെ മനസ്സിൽ ഈ സംഭവവികാസങ്ങൾ കിടക്കും എന്നതിൽ തർക്കമില്ല. പക്ഷെ തെളിയിക്കാനാവാത്ത കേസുകളുടെ കൂട്ടത്തിൽ ഒന്നായിട്ട് ഈ സംഭവത്തെ എഴുതി ചേർക്കാനാണ് കേരള പോലീസിനും ആഭ്യന്തര വകുപ്പിനും ഒക്കെ സാധിക്കുക. അതിലൂടെ സംഭവിക്കുന്നത് സ്വർണ്ണക്കൊള്ള നടക്കുന്ന കാലത്ത് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനും അതുപോലെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായിരുന്ന PS പ്രശാന്തും അടക്കമുള്ള വൻ മീനുകൾ രക്ഷപ്പെട്ടു പോകുന്ന അവസ്ഥ കൂടിയാണ്. ഒരുപക്ഷെ വലിയ തലങ്ങളിലേക്ക് വികസിക്കേണ്ടിയിരുന്ന, ആഴങ്ങളിലേക്ക് പോവേണ്ടിയിരുന്ന ഒരു കൊള്ള വളരെ നിസ്സാരമായി ലഘൂകരിക്കപ്പെടുകയും ജനങ്ങളുടെ മുമ്പിൽ സാമാന്യമായി അവസാനിച്ചു പോവുകയും ചെയ്യുന്ന കാഴ്ചയാണ് ഇനി നമുക്ക് കാണാൻ സാധിക്കുക.